അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ രൂപതയുടെ 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. വാഴപ്പള്ളി മാർ ഇവാനിയോസ് നഗറിൽ 3 ദിവസങ്ങളിലായാണ് കൺവെൻഷൻ നടത്തപ്പെടുന്നത്. മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള 7ാമത് മൂവാറ്റുപുഴ ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. വാഴപ്പള്ളി വിമലഗിരി ബിഷപ്പ് ഹൌസിന് സമീപം മാർ ഇവാനിയോസ് നഗറിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ആന്റണി ആലുങ്കൽ ലത്തീൻ ക്രമത്തിലുള്ള കുർബാനയർപ്പിച്ച് ബൈബിൾ പ്രതിഷ്ഠയും ഉദ്ഘാടനവും നിർവഹിച്ചു. മൂവാറ്റുപുഴ രൂപതയുടെ നേതൃത്വത്തിൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെ വിവിധ ക്രൈസ്തവ ഇടവകകളുടെ സഹകരണത്തോടെ നടത്തുന്ന കൺവെൻഷനിൽ തിരുവനന്തപുരം മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ വചനപ്രഘോഷണം നടത്തി. നമ്മൾ ദൈവവചനം വായിക്കുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. ഒരു അപകടം എങ്ങനെയാണ്? അതായത് നമ്മളിത് ഒത്തിരി കാര്യങ്ങൾ പലയാവർത്തി കേട്ടിട്ടുള്ളതായതുകൊണ്ട്, പ്രത്യേകിച്ച് വചനങ്ങൾ ആശയങ്ങളാവണമെന്നില്ല, വചനങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കേൾക്കുന്ന ഉടനെ ഒരു ചിന്ത വരും. എന്തായിരിക്കും വരുന്നത്? ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണെന്നൊരു സാധനം വരും. അപ്പൊ അത് ഈ വചനം പ്രവർത്തിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും. അതായത് ദൈവം ഓരോ സമയത്തും സംസാരിക്കുമ്പോൾ അത് പുതിയതാണ്. സമാപന ദിവസമായ ഞായറാഴ്ച മലങ്കര കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മുതൽ നടക്കുന്ന എക്യുമെനിക്കൽ സമ്മേളനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കണ്ടനാട് ഈസ്റ്റ് മെത്രാപ്പൊലീത്ത ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.